ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനുണ്ടല്ലോ എൻ്റെ ടെറസിലുള്ള എൻ്റെ ചെറിയൊരു ഗാർഡൻ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രിക്ക് ഭയങ്കര മഴയായിരുന്നു ഇവിടെ. ഇതെൻ്റെ 4th ഫ്ലോറാണ് കേട്ടോ. അപ്പോൾ ഈ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ അത് സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വന്നപ്പോൾ മഴയായതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ. അപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇതെൻ്റെ അലോവേരകളാണ്. കണ്ടോ, ഞാൻ അലോവേര ചെറിയ ഓരോരോ തണ്ടായിട്ട് അതിൻ്റെ ഓരോ മൂട് കൊണ്ട് വെച്ചതാണ്. അതിപ്പോൾ കണ്ടോ നന്നായിട്ട് വളർന്നിട്ടുണ്ട് എൻ്റെ അലോവേര. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെറിയൊരു മുല്ല നിൽക്കുന്നുണ്ട്. അതിൽ കണ്ടോ ചെറുതായിട്ട് അതിൻ്റെ വൈകുന്നേരമൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇത് വിരിയാറായിട്ടുണ്ടാകും. നല്ല മൊട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തണുപ്പിൻ്റെ സമയത്ത് ഇത് വല്ലാതെ അങ്ങ് മുരടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല കാറ്റാണ്, ഇത്രയും ചൂടാണ് ഇവിടെ. ഡൽഹിയിൽ ഭയങ്കര ചൂടായിപ്പോൾ. ആ സമയത്ത് രാവിലെ ഇങ്ങനെ നല്ല കാറ്റൊക്കെ വീശി നല്ലൊരു ഫ്രഷ് എൻവിറോൺമെൻറ്റാണ് ഇപ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ അലോവേരയുടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട കറിവേപ്പില. കണ്ടോ, ഇത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ മുകളിൽ നിന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഒന്ന് എൻ്റെ കരിയാപ്പ് ഇപ്പോൾ ഒന്ന് ജീവൻ വെച്ച് വന്നിരിക്കുകയാണ്. അത് ചെറിയൊരു തൈ കൊണ്ടുവന്നതാണ്, ചെറിയൊരു തൈയായിരുന്നു അത്. ഇപ്പോൾ അത് കണ്ടോ, ഈ പാത്രമൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഈ പാത്രം മുകളിൽ കൊണ്ടുവന്ന് ഇത്രയും മണ്ണൊക്കെ ഇതിൽ ഫിക്സ് ചെയ്ത് ഇങ്ങനെയൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ആഗ്രഹമായിരുന്നു നല്ലൊരു കറിവേപ്പിൻ്റെ മൂട് വേണം. കാരണം നമ്മുടെ ആവശ്യത്തിന് നല്ല ഫ്രഷായിട്ട്, നമ്മൾ മലയാളികൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കാണല്ലോ. കടുക് വറക്കുമ്പോഴൊക്കെ കരിവേപ്പില ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വിമ്മിഷ്ടമാണ്. കണ്ടോ, അപ്പോൾ എൻ്റെ കരിവേപ്പ് ഇപ്പോൾ നല്ല സുന്ദര കുട്ടനായിട്ടിരിക്കുകയാണ്. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ രാവിലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ കരിവേപ്പിൻ്റെ ഇത് പറയണത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടു പിന്നെ ചെറിയൊരു മുല്ല പിന്നെ ഇവിടെ എനിക്കുണ്ട്. ആ മുല്ലയിലും കണ്ടോ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. മുട്ടുകളുടെ പൂവിട്ട് കഴിഞ്ഞതാണിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഈ ഒരു വലിയ ഇതിലിരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ചൈനീസ് ഓറഞ്ച് എന്നൊക്കെ പറയും. കണ്ടോ, എന്താ ഇങ്ങനത്തെ ഈ ഓറഞ്ച് നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ ലോട്ടസ് ടെമ്പിളൊക്കെ കാണാൻ പോയവർക്കറിയാം, അവിടെയൊക്കെ ഇഷ്ടം പോലെയുണ്ട്. കണ്ടോ, നല്ല സുന്ദരം കാറ്റാണ് കേട്ടോ. ചൂടത്ത് ഇങ്ങനത്തെ നല്ല രാവിലെ ഇങ്ങനെ ഫ്രഷ് എയറിൽ നിൽക്കുക എന്ന് പറയുന്നത്. ഡൽഹിയിലൊക്കെ ഭയങ്കര പൊല്യൂട്ടഡ് ഏരിയയാണ്. അവിടെ ഇങ്ങനെ നല്ല ഫ്രഷ് എൻവിറോൺമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ ചൈനീസ് ഓറഞ്ചിൽ ഇത് കണ്ടോ ചെറിയ ഓറഞ്ചുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറേ ഉണ്ടായിരുന്നു. നല്ല മഞ്ഞ കളറിൽ വരുന്നത് കണ്ടോ, ഇത് ലൈറ്റ് മഞ്ഞയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇത് നല്ല പ്യുവർ യെല്ലോ ആയിട്ട് വരും. യെല്ലോ ടൈപ്പുള്ള ഒരു ചെറിയ ഓറഞ്ച് പോലെ തന്നെയാണ് ഇതിൻ്റെ ഇടയ്ക്ക്. ചിലർക്കൊക്കെ അറിയാം ഇതിനെക്കുറിച്ച്. ഇത് നല്ലതായിട്ട് നമ്മൾ എന്താ പറയുക, ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് അച്ചാറിടാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിന് ഭയങ്കര പുളിയാണ്. ഈ ഓറഞ്ചിന് ഭയങ്കര പുളിയാണിത്. അപ്പോൾ ഇത് പഴുത്ത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ പുളിയോടുകൂടി നമ്മൾ അതിനെ എന്താ പറയുക, ഈന്തപ്പഴമൊക്കെ കൂട്ടിയിട്ട് അച്ചാറിട്ടാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ചൈനീസ് ഓറഞ്ചിൻ്റെ. ഇത് ഞാനിങ്ങനെ കയറ് പിടിച്ച് ഇങ്ങനെ മുകളിലേക്ക് കെട്ടി വെച്ചിരിക്കുക. കാരണം ഇത് ഞങ്ങൾ ഗ്രില്ലിട്ട് ബൗണ്ടറി ഇട്ടിരിക്കുന്ന കാരണം അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് അവിടെയാണ് വെയിൽ വരുന്നത്. അപ്പോൾ ആ സൈഡിലേക്ക് ഒരുപാട് പോകുമ്പോൾ ഉണ്ടല്ലോ, അതിന് വളരാനൊരു സ്പേസ് കിട്ടണില്ല. അപ്പോൾ ഞാൻ കരിയാപ്പും എൻ്റെ ഇതൊക്കെ മുകളിലേക്ക് പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. പിന്നെ വന്നിട്ട് ഞങ്ങളുടെ ചെറിയൊരു ക്രിസ്മസ് ട്രീ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ചെടിയാണിത്. ഞങ്ങൾ ഈ ക്രിസ്മസ് ആകുമ്പോഴേക്ക് എൻ്റെ മക്കൾ പറഞ്ഞിരിക്കണേ ഇതിൽ നമുക്ക് ലൈറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെറിയൊരു ഇതായിരുന്നു കേട്ടോ. ഇതാണ്ട അതിപ്പോൾ അത്രയ്ക്ക് വലുതായിട്ടുണ്ടായില്ല. പിന്നെ വന്നിട്ട് എൻ്റെ അനാറാണ് ഇതെൻ്റെ അനാറിൻ്റെ തൈയായിരുന്നു. അതിപ്പോൾ അത് അപ്പുറത്തേക്കാണ് കേട്ടോ, അപ്പുറത്തെ ബിൽഡിങ്ങിലേക്കാണ് അനാറിൻ്റെ ഇത് മാക്സിമം പോയിരിക്കുന്നത്. ചെറിയ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അറിയില്ല കായ്ക്കുമെന്നൊന്നും. പക്ഷേ ഒരു രസം, നല്ലതായിട്ട് വലുതായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ചെറിയ നമ്മുടെ എന്താ പറയുക, നമ്മൾ ഡെയിലി എല്ലാ വീടുകളിലും കാണുന്നതാണ് ഇങ്ങനത്തെ ഈ ഒരു പർപ്പിൾ കളറിലുള്ള ഈ ഒരു ചെടി. അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ.
എന്താണെന്ന് വെച്ചാൽ എല്ലാം പച്ചയ്ക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മണി പ്ലാന്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു പർപ്പിളായിട്ട് ഇത് നിൽക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണത്. നമുക്ക് നല്ലൊരു രസം തോന്നും അത്. പിന്നെ വന്നിട്ട് ഇതൊരു നോർമൽ ഒരു ചെടിയാണ്. ഇതിൽ ചെറിയ ഒരു വൈറ്റിഷായിട്ടുള്ള നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു പൂവൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഈ വെച്ചിരിക്കുന്ന എൻ്റെ കൊച്ചു തുളസിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ തുളസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് തണുപ്പ് വന്നപ്പോഴേക്കും മൊത്തം കണ്ടോ, അത് മൊത്തം ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ഒന്ന് ജീവൻ വെച്ച് വരികയാണ്. വെള്ളമൊക്കെ ഒഴിച്ച് ക്ലൈമറ്റ് മാറിയില്ല, ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് ആ സമയമായപ്പോഴേക്കും അത് വളർന്നൊന്ന് തണുത്ത് വരികയാണ് എൻ്റെ തുളസി. ഞാൻ ഈ തുളസിയും അലോവേറൊക്കെ ഇത്രയും വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എണ്ണയൊക്കെ ഉണ്ടാക്കാൻ, പിള്ളേർക്ക് എണ്ണയൊക്കെ കാച്ചാൻ വേണ്ടി നമുക്ക് ആവശ്യമാണല്ലോ, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ ഇത് കണ്ടോ, ഈ കയറിപ്പോയിരിക്കുന്നത് ശംഖുപുഷ്പമാണ് കേട്ടോ. അതതിന് മുകളിലേക്ക് കണ്ടോ, ഈ ഗ്രില്ലിലേക്ക് പടർന്ന് അപ്പുറത്തെ സൈഡിലേക്കാണ് അത് പോയിരിക്കുന്നത്. മൊത്തം അത് കാണാൻ സഹിക്കുന്നുണ്ടാവും കണ്ടോ. ഇതെൻ്റെ ശംഖുപുഷ്പം. ഇത് ഞാൻ ഒത്തിരി വിത്തൊക്കെ പാകിയിട്ട് ഇതിന് 2-3 ഇത് ആദ്യം ഒറ്റൊരു ഇതായിരുന്നു കേട്ടോ, ഒറ്റൊരു തൈയായിരുന്നു. അതിനെ പിന്നെ ഞങ്ങൾ സൈഡിലേക്ക് അതിൻ്റെ തന്നെ വിത്തെടുത്ത് പാകി അതിനെ ഇങ്ങനെ പിണച്ചിങ്ങനെ വിട്ടിരിക്കുകയാണ്. നല്ലൊരു ഇത്തിരി വീതിക്ക് മുകളിലേക്ക് പോയിട്ട് അത് നന്നായിട്ട് പടർന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്കാണ് ഇതൊക്കെ പോയിരിക്കുന്നത്. പിന്നെ വന്നിട്ട് എൻ്റെ എന്താ പറയുക, നമ്മൾ പനിക്കൂറാന്ന് ചിലർ പറയും, പനിക്കൂർക്ക നമ്മുടെ മിൻറ്റ് പോലത്തെ പ്ലാന്റ്. ഇത് കണ്ടോ. പിന്നെ എൻ്റെ ഒരു കൊച്ചു ചെമ്പരത്തിയാണ്. എന്താ അതിലിപ്പോൾ കാണണ്ടോ, ഒരു മുട്ട് വന്നിട്ടുണ്ടെന്ന് നിറയെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു മുട്ട് വന്നിട്ടുണ്ട്. അത് ഇടയ്ക്ക് പറ്റി അങ്ങ് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു, മൊത്തം പോയിട്ട് പിന്നെ ഞങ്ങളത് വെട്ടി വിട്ടിട്ട് ഇപ്പോൾ തണ്ടിത്തിരി വണ്ണമൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അതിത്തിരി വലുതായിട്ടുണ്ട്. പിന്നെ എൻ്റെ പനിക്കൂർക്കയുടെ സെക്ഷനാണ് ഇത്. ചെറിയ ചെറിയ തണ്ടുകളെല്ലാം കൂടി ഇങ്ങനെ ഓരോന്നിലും നട്ട് കണ്ടോ. ഇത് നല്ലതാണ് നമുക്ക് പിള്ളേർക്കൊക്കെ. നമ്മൾ ഇപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഒരു നാടിൻ്റെ നൊസ്റ്റാൾജിയൊന്നും നമ്മൾ മലയാളികളെ വിട്ട് പോകാറില്ല. അപ്പം എന്താ പറയുക, പനിയൊക്കെ വരുമ്പോഴാണെങ്കിലും ഇതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അമ്മമാർ പറയാറില്ലേ, ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ നീരൊക്കെ കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിള്ളേരുടെ ഉച്ചിയിലിട്ട് കൊടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഇതായിട്ടാണ് എന്താ പറയുക, നല്ലതായിട്ടാണ് തോന്നാറ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, അത് ഒരുപാട് പടർന്നിട്ടുണ്ട്. അതൊക്കെ കുറേയൊക്കെ ഉണങ്ങിപ്പോയതായിരുന്നു. പിന്നെ ഇത് പനിക്കൂറ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ തണ്ടുകളൊന്ന് കുഴിച്ചിട്ട് തന്നെ അത് നല്ലതായിട്ട് വളരുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സെക്ഷൻ. ചെറിയൊരു ഗാർഡനാണ്, ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് കണ്ടോ ബിൽഡിംഗ്, ഇവിടെയൊക്കെ ഞാൻ നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ 8 മണിച്ചെടി 10 മണിച്ചെടി എന്നൊക്കെ നമ്മൾ പറയും പാലക്കാട് ഭാഷയിൽ. അതൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഇവിടെ, ഒരുപാടുണ്ടായിട്ട് നല്ല പൂക്കളായിട്ട് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്ത് ബിൽഡിങ് പണിതപ്പോൾ അവിടെ നിന്ന് വെയിലില്ലാണ്ടായി. അപ്പോൾ അത് മൊത്തം അങ്ങ് അടഞ്ഞു പോയി. അതുകൊണ്ട് ഇപ്പോൾ അതെല്ലാം കാലിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ അതിനകത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ ഇത് വലിയതായിട്ട് ഞാൻ ചുറ്റുമായിട്ട് ഞങ്ങളിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. എന്നെ കഴിഞ്ഞും കൂടുതൽ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഇതിനകത്ത് ഇതൊക്കെ ചെയ്ത് തരാൻ സഹായിക്കാറ്. കാരണം പുള്ളിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഗാർഡനിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ. കണ്ടോ, ഇതാണ് എൻ്റെ വൺ സൈഡ്. കണ്ടോ, നല്ല കാറ്റാണ്. കരിയാപ്പൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ, ചെറുതായിട്ടൊക്കെ എടുക്കാറുള്ളൂ. കാരണം അത് വളർന്ന് നിൽക്കുന്ന കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട്. പിന്നെ വന്നിട്ട് ഇങ്ങനെ റൗണ്ടിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ദാ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് അലോവേറയുടെ ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ബോഗൺവില്ലയാണ് കേട്ടോ. നമ്മൾ കടലാസ് ചെടി എന്നൊക്കെ പറയാം, അത് ഒത്തിരി ഉണ്ടായിരുന്നു. അത് ഗ്രില്ല് ഫുള്ള് വളർന്ന് മുകളിലേക്ക് പോയി നല്ലതായിട്ട് എന്താ പറയുക പൂവൊക്കെ ഉണ്ടായിരുന്നു. വൈറ്റും പിന്നെ എന്താ പറയുക ഒരു വാടാമുല്ല കളറുള്ളത്, നമ്മുടെ റെഡിഷ് പോലൊരു കളറില്ലേ, അതുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ ചൂട് സമയത്ത് ഇത്തിരി പോയി. ഇപ്പം അതെല്ലാം ചെറുതായിട്ട് ഞങ്ങൾ വെട്ടി വിട്ടിട്ട് ഇപ്പോൾ അതിങ്ങനെ കിളിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് എൻ്റെ എന്താ പറയുക അലോവേറയുടെയാണ്. ഇത് രണ്ടും മുള പോലത്തെ നമ്മൾ വെക്കില്ലേ നമ്മുടെ വീടുകളിലൊക്കെ, ഇതും ചെറുതായിരുന്നു കേട്ടോ. കണ്ടതിപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ചെറിയതായിരുന്നു ഈ മുളയും. 1-2 മുളയൊക്കെ അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ അതിനകത്ത് ആഡ് ഓൺ ചെയ്തതാണത്. കണ്ടോ, ഇത് രണ്ടും ഇതിപ്പോൾ നല്ലതായിട്ട് വളർന്നിട്ടുണ്ട്. കണ്ടോ, ഇത് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതെൻ്റെ നമ്മളെന്താ പറയുക, ഈ ചെടിയുടെ പേര് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല കേട്ടോ. അത് കണ്ടോ,
ഇങ്ങനത്തെ ഈ ചെറിയ ഇലയാട്ടിൽ ഞാൻ മറന്നു അതിനെന്താ പറയണ്ടായിരുന്നു എന്നുള്ളത്. എൻ്റെ ഇങ്ങനത്തെ ഈ ചെറിയ മുള്ളു പോലെ വന്നിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മൾ പണ്ടൊക്കെ ഈ ബൊക്കകളിലൊക്കെ വെക്കാൻ യൂസ് ചെയ്തിരുന്ന ചെടികൾ, ഇപ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ ആയിട്ട് ബൊക്കയുടെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയതിങ്ങനെ തണ്ടെടുത്തിട്ട് ഇങ്ങനെ വെക്കില്ലേ, അങ്ങനത്തെ ഇതാന്ന് തോന്നുന്നു. ഒരു വൈറ്റ് കളർ ചെറിയ ഡോട്ട് പോലുള്ള പൂവാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇത് കണ്ടത് നന്നായിട്ട് ഇത് മൊത്തം ഉണങ്ങിപ്പോയായിരുന്നു. കാരണം അതിൻ്റെ അടിയിൽ ശ്രദ്ധിച്ചറിയാൻ നിറയെ ഉണങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതും ചൂടൊക്കെ ആയി വെയിലൊക്കെ വന്ന് വെള്ളമൊക്കെ ഒഴിച്ചു തുടങ്ങിയപ്പോൾ ഇതായി. പിന്നെ ഇത് കാണണ്ട, ഇതിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഇതൊരു മുരിങ്ങയാണ് എൻ്റെ. ഇത് ചെറിയൊരു മുരിങ്ങയുടെ തൈയായിരുന്നു. അത് ഞാൻ ആദ്യം കണ്ടോ മുകളിലേക്ക് കാണണ്ട നമുക്ക് ചെറുതായിട്ടല്ല. ഇതിന്ന് ഞാൻ 2-3 പ്രാവശ്യം ഇല എടുത്തിട്ട് തോരൻ വയ്ക്കുകയും കറി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു തണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നന്നായിട്ട് വളർന്നു വന്നപ്പോൾ കുരങ്ങന്മാർ തരില്ലല്ലോ നമ്മൾ ഉണ്ടാക്കണമെന്നും. കുരങ്ങന്മാർ വന്ന് ചാടി അതെല്ലാം പറിച്ച് കളഞ്ഞ് ഇതിനെ ഓടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ആ മുറിച്ച് വെട്ടിയിരിക്കണ കണ്ടോ, അവിടുന്ന് ഓടിച്ച് കളഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തണ്ട് വലുതാവാൻ വേണ്ടിയിട്ട് വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് വെട്ടിക്കൊടുത്ത് ഇത് കണ്ടോ ഇപ്പോൾ മുകളിലേക്ക് പോയിട്ടുണ്ട്. കുറേയൊക്കെ ഇല ഉണ്ടായിരുന്നു. ആ ഇലയൊക്കെ കുറേയൊക്കെ എടുത്ത് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിൽക്കണതാണ് കേട്ടോ. പിന്നെ ഒരു തെങ്ങ് പോലത്തെ ഇതായിരുന്നു, അത് മൊത്തത്തിലേക്ക് കരിഞ്ഞു പോയി അത് കണ്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 4th ഫ്ലോറിലുള്ള ചെറിയൊരു ഗാർഡൻ. പിന്നെ ഞങ്ങൾ പാവലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവലൊക്കെ നട്ടിട്ട് അത് പിന്നെന്താ കുറേ പാവയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ എനിക്ക് ഓഫുള്ള സമയമാണെങ്കിൽ രാവിലെ വന്നിട്ട് ഇപ്പോൾ ഈ ചൂട് സമയത്ത് നല്ലതായിട്ട് ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. ഒരു എന്താ പറയുക, നമ്മൾ ഇത്രയും പൊല്യൂഷനുള്ളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു മനസ്സിനൊരു കുളിർമ, നമുക്കിങ്ങനെ വന്നിരിക്കാനും ഇങ്ങനെ കാറ്റൊക്കെയുള്ള സമയത്ത് വന്നിരിക്കാനും, അല്ലെങ്കിൽ ഒരുപാട് ചൂടാണെങ്കിൽ രാവിലെ ഒന്ന് കയറി വരാനും, ചെടികൾക്ക് വെള്ളമൊക്കെ സത്യം പറഞ്ഞാൽ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നല്ല സുന്ദരം കാറ്റ്. അപ്പോൾ ആ സമയത്തുണ്ടല്ലോ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ചിലപ്പോൾ നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പ്രയാസപ്പെടും. നമ്മൾ മനുഷ്യരല്ലേ, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് അതിൻ്റേതായിട്ടുള്ളത് നമ്മളെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇവിടെ വന്ന് ഇവിടേക്ക് ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് അതിൻ്റെ പൂവൊക്കെ ഒന്ന് കണ്ട് നല്ലതായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.